അപ്പോഴേ ഇന്ന് സ്കൂളിലേക്ക് ചോറ് എടുത്തു വിടുമ്പോൾ അതിൻ്റെ കൂടെ കടച്ചക്കയും കൂടി റെഡിയാക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞാനിത് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണേ. അപ്പോൾ രാവിലെ പിന്നെ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ വെട്ടി നുറുക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുകൊക്കെ പൊടിച്ച് പകുതി സവാളയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അതേ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. പിന്നെ അതേ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച കടച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കടച്ചക്ക റെഡിയായി. പിന്നെ ഞാൻ ബീഫ് റോസ്റ്റ് രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചേക്കണത്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ മക്കളൊക്കെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.